നമ്മുടെ വിജയവും നമ്മുടെ പരാജയവും മറ്റുള്ളവരുടെ കയ്യിലല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ തെറ്റായ ചിന്ത മാത്രമാണ് മറ്റുള്ളവരാണ് നമുക്ക് പരാജയം തരുന്നത് അല്ലെങ്കിൽ വിജയം നൽകുന്നതെന്നാണ്. കറക്റ്റ് സമയത്ത് കറക്റ്റായ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായ തീരുമാനം എടുക്കുന്നവർ ജയിക്കുന്നു, തെറ്റ് സംഭവിക്കുന്നവർ പരാജയപ്പെടുന്നു. പരാജയപ്പെട്ടവർ പിന്നെ ശരിയായ രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെയധികം സമയം വേണ്ടിവരും. അത് നമ്മുടെ കഴിവില്ലായ്മ കൊണ്ടല്ല, നമുക്ക് പരാജയം സംഭവിച്ചതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഇനി ഒരിക്കലും ജയിക്കില്ല എന്ന തോന്നലുണ്ടാകും. ഇതിനെയൊക്കെ തരണം ചെയ്ത് വരണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. എന്നാൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റാക്കി കളയാനുമില്ല. ഒരു എക്സാമിന് തോക്കുമ്പോൾ നമ്മൾ ആകെ വിഷമിക്കും. ഇനി എഴുതണ്ടെന്ന് തോന്നും, കിട്ടില്ല എന്ന് തോന്നും, വേക്കൻസി ഇല്ലെന്ന് തോന്നും, PSC എല്ലാവരെയും പിൻവാതിൽ നിയമനം ഒക്കെ നടത്തുന്നു എന്നൊക്കെ തോന്നും. അങ്ങനെ തോന്നലുകൾ ഒരുപാട് വരും. അപ്പോൾ ഇതൊക്കെ എക്സ്ക്യൂസുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത് ഈ എക്സ്ക്യൂസുകളല്ല, പരാജയത്തിൻ്റെ ഓർമ്മകളെല്ലാം പെട്ടെന്ന് മറന്നു കളയുക എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ജയിക്കാൻ വേണ്ടിയുള്ള ഓട്ടം തുടങ്ങുക. അതിൽ ജയിച്ചിരിക്കണം എന്ന നിലപാട് മുറുക്കെ പിടിക്കണം. പഠിക്കാൻ ഒരു സോഴ്സും ഇല്ല, അല്ലെങ്കിൽ പഠിക്കാൻ ഒരുപാട് സോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും പ്രശ്നമാണ്. ഒരു സോഴ്സും ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് സോഴ്സ് ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുമോ? അതും പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ടെലിഗ്രാം എടുത്ത് നോക്കിയാൽ PSCയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ചാനലുണ്ടായിരിക്കും? ഉറപ്പായും കുറഞ്ഞതൊരു 5 എണ്ണമെങ്കിലും കാണും. ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. എങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഒന്നിനെ കംപ്ലീറ്റായിട്ട് അതിനെ മാത്രം ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരു ചാനലിൽ നിന്ന് കുറച്ച്, മറ്റൊരു ചാനലിൽ നിന്നും കുറച്ച്, അങ്ങനെ അവിടെയും ഇവിടെയും പകുതിയൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലതൊന്നും നിങ്ങൾ ചില സമയങ്ങളിൽ നോക്കാറ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ സോഴ്സ് കൂടുമ്പോൾ നമ്മളെ ഇതൊക്കെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല, ഉള്ളതിനെ നന്നായി വിനിയോഗിക്കുക. പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, അത് തന്നെ. 100 ചോദ്യം ഒരു തവണ പഠിക്കുന്നതിനേക്കാൾ ഒരു ചോദ്യം 100 തവണ പഠിക്കുന്നതാണ് ബെറ്റർ എന്ന്. നമ്മൾ ഒരുപാടൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചതെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? ഇല്ല. ചിലതൊക്കെ റിവിഷനൊക്കെ നമ്മളെ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. എങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് ചില ഓപ്ഷൻസൊക്കെ വെച്ചൊരു ഡൗട്ടാണ്. ഈ 2 ഓപ്ഷൻസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടില്ലേ? മിക്ക ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. എനിക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്നുകിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളതിനെ വെറുതെ വിട്ടിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകുമല്ലേ. അപ്പോൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് എത്ര ആയിരിക്കണമെന്ന് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. അവിടെയൊക്കെ ശരിയായ തീരുമാനം എടുക്കുക എന്നതിൽ ആണ് നിങ്ങളുടെ റാങ്ക് എത്രയാവണമെന്ന് നിശ്ചയിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നന്നായിട്ടൊന്നും വർക്ക് ചെയ്യാതെ, നിങ്ങൾ പഠിക്കുന്ന പോലെയൊന്നും അത്രയും അവേഴ്സൊന്നും പഠിക്കാതെ ചില ബോയ്സ് ലിസ്റ്റിൽ വരുന്നത്, അല്ലെങ്കിൽ അവർ ജോലി വാങ്ങുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് അവർ ഭയങ്കര ബ്രില്യൻ്റൊന്നും ആയിരിക്കില്ല, അവർക്ക് മാർക്കൊക്കെ നന്നേ കുറവായിരിക്കും, കഷ്ടപ്പെട്ടായിരിക്കും അവർ പാസ്സാവുന്നത്. പക്ഷേ PSC എന്ന് പറയുന്ന ആ ഒരു ഇതിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ജോലി വാങ്ങുകയും ലിസ്റ്റിൽ വരികയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയാറുണ്ട്, പക്ഷെ എന്നാലും അവൻ എങ്ങനെ കിട്ടിയെന്ന്. ആ ബോയ് എടുത്ത കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് അവനെടുത്ത ആ ഒരു തീരുമാനമായിരിക്കാം ചിലപ്പോൾ അവനെ ജോലി നേടാൻ സഹായിച്ചത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ട്രാറ്റജിയും ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് അതൊന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതെങ്ങനെ കിട്ടി, അല്ലെങ്കിൽ നമുക്കിനി കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ശരിക്കും നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ശരിക്കും അവന് കിട്ടിയെങ്കിൽ അവനെക്കാളും പഠിത്തമുള്ള, അല്ലെങ്കിൽ അവന് കിട്ടിയെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും കിട്ടണം എന്നുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയാണ് നിങ്ങളിൽ വരേണ്ടത്. അപ്പോൾ ചിലപ്പോഴൊക്കെ റിസ്ക് എടുക്കേണ്ടി വരും. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന ഫലം പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നെഗറ്റീവാണെങ്കിൽ അതിനെ അവിടെ കളഞ്ഞിട്ട് അടുത്തതിലേക്ക് എത്രയും വേഗം നിങ്ങൾ പോകണം. അടുത്ത അവസരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളെടുക്കുന്ന ആ ഒരു റിസ്ക് എന്ന് പറയുന്നത് പോസിറ്റീവാണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ. കറക്റ്റായ സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമിന് തോറ്റുപോയി, അല്ലെങ്കിൽ നമുക്ക് റാങ്ക് നേടാൻ പറ്റിയില്ല, നമുക്ക് ജോലി കിട്ടിയില്ല, നമ്മൾ ഒരുപാട് എക്സാമുകൾ എഴുതി നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റിലൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ചിലപ്പോൾ അടുത്തൊരു എക്സാമിന് ആ ഒരു രീതിയിൽ പഠിച്ചു വന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അടുത്ത എക്സാം നിങ്ങൾക്കുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു ചിന്താഗതി എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഇത്രയും നാൾ പഠിച്ചു, ഇത്രയും മണിക്കൂർ ഉറക്കമൊഴിച്ച്
പഠിച്ചു, കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിച്ചു, വളരെയധികം എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടും നിങ്ങൾക്കൊരു ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ നിർത്താൻ പാടില്ല. തൊട്ടടുത്ത എക്സാം അതേ എഫേർട്ടോടുകൂടി തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ എക്സാം നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് ചിലപ്പോൾ ആ ഒരു എക്സാമിലൂടെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ VFA, ബീവറേജ് LDC, LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. കൂടാതെ +2 ലെവൽ യൂണിഫോം പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നേടാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്കൂൾ പുസ്തകങ്ങളിൽ നിന്നാണ്. ഒരു 10th ലെവൽ എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു 10th ലെവൽ എക്സാമിൻ്റെ സിലബസ് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. നിങ്ങൾ ഓരോ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഓരോ നോട്ട് ബുക്ക് പ്രത്യേകം എടുക്കുക. ഒരു സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ 10th ലെവൽ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അതിനകത്ത് ഹിസ്റ്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാം, ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടുള്ള പാഠങ്ങൾ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, സുപ്രധാന നിയമങ്ങളിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, കേരളം ഭരണവും ഭരണ സംവിധാനവും വരുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്ന ചാപ്റ്റേഴ്സ് കാണും. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് നോട്ടുകൾ എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. 8ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ഒന്നാമത്തെ ടെക്സ്റ്റ് എടുക്കുക. എടുത്തിട്ട് നിങ്ങൾ ചാപ്റ്റേഴ്സ് വൈസ് സിലബസിലുള്ള ചാപ്റ്റേഴ്സുകൾ ആദ്യം കണ്ടുപിടിക്കുക. ആദ്യം വരുന്ന ടോപ്പിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾ എക്കണോമിക്സ് നോട്ടിൽ ആ എക്കണോമിക്സിൻ്റെ നോട്ട്സ് ആ 8ാം ക്ലാസ്സിലുള്ള ആ നോട്ട്സ് എല്ലാം എഴുതുക. അതിൻ്റെ മെയിൻ പോയിൻറ്റ്സും ഈ കോളങ്ങളിലും അതുപോലെ ഡയഗ്രങ്ങളിലും അതൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതുക. അപ്പോൾ നമ്മൾ അടുത്ത 8ാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ വരുന്നത് ജോഗ്രഫി ആയിരിക്കാം. അവിടെ ചിലപ്പോൾ ഭൂമിയുടെ ഘടനയെക്കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ജോഗ്രഫി നോട്ട് എടുക്കുക. ആ ഭൂമിയുടെ ഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ എഴുതുക. അടുത്ത് നമ്മൾ 8ാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ വരുന്നത് ചിലപ്പോൾ ഹിസ്റ്ററി ആയിരിക്കാം. അപ്പോൾ എന്തായിരിക്കാം, നിങ്ങൾ പോർച്ചുഗീസുകാരുടെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചെറുതായിട്ടൊക്കെ. അപ്പോൾ അത് നിങ്ങൾ ഹിസ്റ്ററി നോട്ടിൽ അത് എഴുതുക. പിന്നെ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ വേറൊരു ടോപ്പിക് ആയിരിക്കാം, ചിലപ്പോൾ നവോത്ഥാന നായകന്മാരുടെ കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ പ്രത്യേകം നോട്ടുകൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലോട്ട് പോവുക. ഇതേ രീതിയിൽ ആവർത്തിക്കുക. അപ്പോൾ നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് 9ാം ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം 8ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ എക്കണോമിക്സിൻ്റെ ബാക്കി 9ാം ക്ലാസ്സിലുണ്ടായിരിക്കും. നിങ്ങൾ വീണ്ടും ആ എക്കണോമിക്സിൻ്റെ നോട്ട് എടുക്കുക. 8ാം ക്ലാസ്സിൽ എഴുതിയ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ നോക്കി എഴുതിയ അതിൻ്റെ താഴെയായിട്ട് അടുത്ത 9ാം ക്ലാസ്സിൽ ആഡ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് നമ്മൾ മാക്സിമം കളക്ട് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യുക. അത് നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ SCERT ടെക്സ്റ്റിലെ ഡേറ്റാസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ വേറൊരു ഗൈഡ് വാങ്ങിച്ച് പഠിക്കുന്നത് വളരെ നിങ്ങൾക്ക് ഒരുപാട് പോയിൻ്റ് മിസ്സാവാൻ ഭയങ്കര ചാൻസാണ്. കൂടാതെ നിങ്ങൾ ഈ നോട്ട് എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെത്താനെ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണമാണ് ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളത് വായിച്ചു നോക്കുന്നു, നിങ്ങളത് എഴുതുന്നു, അപ്പോൾ നിങ്ങളത് ഓർത്തെടുക്കുന്നു, നിങ്ങൾ വീണ്ടും പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ എഴുതിയത് വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കാനും ഒക്കെ വളരെ അധികം നല്ല ഒരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ടെക്സ്റ്റുകൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, SCERTയുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. അല്ലാതെ നിങ്ങൾ കഴിഞ്ഞ എക്സാം പോയി LDC പോയി അതുകൊണ്ട് ഇനി നമ്മൾ ഇത്രയും വേക്കൻസിയുള്ള LDC എക്സാമൊക്കെ പോയി ഇനി നമുക്കൊരു എക്സാമും എഴുതിയെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ തന്നെ നിങ്ങൾ എഴുതിയ ഏതെങ്കിലും എക്സാമിൻ്റെ മാർക്കുകളൊക്കെ നിങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിന് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ SCERT ഇങ്ങനത്തെ രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആ സെയിം ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എക്സാം രീതിയിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇതാണെന്ന്. പേര് ചെയ്ത് പഠിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ആകുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾ നമ്മുടെ GK പോർഷൻസ് കളയരുത്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അങ്ങനത്തെ രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാർക്ക് കൂടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഞാൻ ചെയ്ത രീതിയാണ് ഇതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെയധികം ഉപയോഗപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഇനിയുള്ള എക്സാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.